വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മറ്റൊരു വാർത്താ ദിനം ആരംഭിക്കുന്നു. ഒപ്പം നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്ന് മലയാള മാസം, പുതിയ മാസം തുടങ്ങുന്ന ദിവസമാണ്. മകരമാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1200 മകരം 1 ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് പറയുകയാണെങ്കിൽ 14/01/2025 അതായത് 2025 ജനുവരി ആദ്യ മാസത്തിലെ അല്ലെ 14ാം ദിവസമാണ്. ചൊവ്വാഴ്ചയാണ്. ഒരു എന്താ പറയാ, ഒരു നല്ല ഫ്രഷ് സ്റ്റാർട്ടിലുള്ള സമയമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പോ പ്രേക്ഷകരുടെ സ്ക്രീനിലേക്ക് നമ്മൾ ഒരു അത്ഭുത കാഴ്ച എന്ന് പറയാം. സ്ക്രീൻ നിറയെ സ്ക്രീൻ നിറയെ പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ ചന്ദ്രന്റെ ഫ്രെയിം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? പാട്ട് പാടിക്കോളൂ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയും നിൻ ജീവരാഗം എന്ന പാട്ടുമൊക്കെ പാടാൻ തുടങ്ങും അല്ലെ. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാനുള്ള സമയം കൂടിയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ശബരിമലയിൽ നിന്ന് മകരവിളക്കാണ്. അതോടൊപ്പം തന്നെ വലിയ ക്രമീകരണങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൊങ്കലാണ്. അങ്ങനെ ആഘോഷങ്ങളുടെയൊക്കെ ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഈ ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേക്ഷകരിൽ എത്ര പേർ മോർണിംഗ് വാക്കിനായി റെഡിയായി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ആ കാര്യങ്ങൾ പറയുക. മോർണിംഗ് വാക്കിനായി നമ്മൾ ഇന്നുള്ളത് മരട് നഗരസഭയുടെ റോയൽ വാക്ക്വേ എന്നറിയപ്പെടുന്ന ഒരു മേഖലയിലാണ്. അവിടെ ഒരു കുഞ്ഞു വാക്ക്വേ ഉണ്ട്. ഒപ്പം തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു നടത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. പക്ഷെ ഇപ്പം അത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല. അത് കുറച്ച് നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ കാണിക്കാം. അപ്പോൾ നമ്മളിനി പോകുന്നത് ആദ്യം തന്നെ ശബരിമലയിലേക്കാണ്. അവിടെ മകര വിളക്ക് പൂജകൾക്കായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പൊ തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ മകരവിളക്ക് ദർശനം അത് ഇന്ന് നടക്കാൻ പോകുന്നു. വലിയ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് അത് പതിവിലും കവിഞ്ഞുണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു. 8:45 രാവിലെ 8:45 മകരസംക്രമ പൂജയും അഭിഷേകവും നടക്കും. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വൈകിട്ടാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. തുടർന്ന് ദീപാരാധനയും ഇതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിയും. മകരവിളക്ക് ഉത്സവത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി ടീം 24 തയ്യാറാണ്. അപ്പോൾ വിവരങ്ങളുമായി വിവിധ പ്രതിനിധികൾ ചേരുകയാണ്. സന്നിധാനത്തു നിന്നും രാഹുൽ സുരേഷ്, പമ്പയിൽ നിന്നും MG പ്രതീഷ്, നിലക്കിൽ നിന്നും ശ്രീകുമാരൻ എന്നിവരാണ് ആദ്യം ചേരുന്നത്. ആദ്യം സന്നിധാനത്തേക്ക് പോകാം. രാഹുൽ സുരേഷ് തയ്യാറായി നിൽക്കുന്നുണ്ട്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മകരവിളക്ക് ദർശനം അത് നടക്കുന്നു. വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതിനോടകം തന്നെ വ്യക്തവുമാണ്. എന്താണ് രാവിലെ മുതലുള്ള അങ്ങോട്ടുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക്? പ്രജിൻ, പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. സംക്രമപ്പുലയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. രാവിലെ തന്നെ ഞാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പൂക്കളാൽ അലങ്കൃതമാണ് ശബരിമല സന്നിധാനം. ദൃശ്യങ്ങളിൽ കാണുന്നത് പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം ആകെ അലങ്കരിച്ചിരിക്കുന്നതാണ്. പൂക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങളുണ്ട്. ഇത് കുരുത്തോല ഉപയോഗിച്ച് ശബരിമല അയ്യപ്പനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. 2 ദിവസം എടുത്താണ് അവർ ഈ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അത് കുറച്ച് വെളിച്ചം കൂടി വരുമ്പോൾ അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി പ്രേക്ഷകരിൽ എത്തിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി തിരക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിനോടകം തന്നെ 2 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് വിരിവെച്ച് ഇപ്പോൾ തന്നെ കഴിയുന്നത്. ഇന്നും 41,000 തീർത്ഥാടകരെ കൂടി ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പതിവ് ചടങ്ങുകളാണ് രാവിലെ 8 മണി വരെയുള്ളത്. 8:45-നും 9:30-നും ഇടയിലാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. അതായത് ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് സൂര്യൻ കടക്കുന്നത് 8:45-നാണ്. ആ ശുഭമുഹൂർത്തത്തിലാണ് ഇത്തവണത്തെ സംക്രമ പൂജകൾ നടക്കുന്നത്.
കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊടുത്തയച്ചിട്ടുള്ള ആ നെയ്യ് ഉപയോഗിച്ചുകൊണ്ട് ആ സമയത്ത് അഭിഷേകം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ നടക്കും. അതിനുശേഷമായിരിക്കും ഇന്ന് വൈകിട്ട് 5:30 തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തുന്നത്. അവിടെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അവിടെ സ്വീകരണം നൽകും. അതിനുശേഷം 6:30 തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കൊടിമരച്ചുവട്ടിൽ എത്തും. ഇവിടെ ദേവസ്വം ബോർഡ്, കേരളത്തിലെ ദേവസ്വം മന്ത്രിയും തമിഴ്നാടിന്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശബരിമല തന്ത്രിയും ചേർന്ന് തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ ഏറ്റുവാങ്ങും. തുടർന്ന് 6:45 വിശേഷാൽ ദീപാരാധന നടക്കുന്നത്. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാത്തിരിക്കുന്ന മകര ജ്യോതി പൊന്നമ്പലമേട്ടിൽ തെളിയും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ശബരിമല സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചില ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞ പോലെ തന്നെ 2 ലക്ഷം തീർത്ഥാടകർ വൈകിട്ട് ഒന്നിച്ച് മല ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത ഓരോ തീർത്ഥാടകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന കാര്യം കൂടി ദേവസ്വം പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രവിത. രാഹുൽ സുരേഷാണ് സന്നിധാനത്ത് നിന്നുള്ള മനോഹരമായ കാഴ്ചകളും ഒപ്പം വിവരങ്ങളും ഒക്കെ പങ്കുവച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് പമ്പയിലേക്കാണ്. അവിടെ MG പ്രതീഷ് തയ്യാറായിട്ടുണ്ട്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. പമ്പയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങൾ? പ്രത്യേകിച്ച് 12:30 ശേഷം ഒരു ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതർ. അപ്പോൾ എങ്ങനെയാണ് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ? പ്രവിത, ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. നേരത്തെ രാഹുൽ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സന്നിധാനത്തേതിന് സമാനമായി തന്നെ വലിയ തിരക്ക് ശബരിമല പമ്പയിലും അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡും പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ പമ്പയിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൂടുതൽ തീർത്ഥാടകർ പമ്പയിലെത്തി വിരിവച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം മകരജ്യോതി ദർശനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ദർശനത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഈ മകരജ്യോതി ദർശനത്തിലേക്ക് വന്നാൽ ഇതിന് പ്രത്യേക ക്രമീകരണങ്ങൾ പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലാണ് നിലവിൽ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം പമ്പയിലുള്ളത്. അത് പമ്പ ഹിൽ ടോപ്പ്, ഒപ്പം ഈ ഹിൽ ടോപ്പിന്റെ മധ്യഭാഗം, പിന്നെ വലിയാനവട്ടം. ഈ ഇടങ്ങളിലാണ് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം നിലവിൽ പമ്പയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ തീർത്ഥാടകർ എത്താനുള്ളൊരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ശക്തമായൊരു നിയന്ത്രണം പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തീർത്ഥാടകരെ കടത്തിവിടുന്നതിലും നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഒപ്പം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7:30 അല്ലെങ്കിൽ 8:30 തന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. 12 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ല. അതിനുശേഷം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷമായിരിക്കും ഈ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് പിന്നീട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഒപ്പം 2 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഈ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകർ സന്നിധാനത്ത് നിന്ന് കൂട്ടമായി പമ്പയിലേക്ക് ഇറങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ഓരോ ഇടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ആളുകൾ സ്വയം ജാഗ്രത പാലിച്ച്, നിയന്ത്രണങ്ങൾ പാലിച്ച് ഈ മകരവിളക്ക് തീർത്ഥാടനം ദർശിക്കണം, അല്ലെങ്കിൽ മകരവിളക്ക് തീർത്ഥാടനം ആഘോഷമാക്കണം എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. നമുക്ക് അതുതന്നെയാണ്, എത്ര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാലും നമ്മൾ സ്വയം നമ്മുടെ സുരക്ഷ നോക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവിടെ എത്തുന്ന ഭക്തർക്ക് നൽകിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നിലയ്ക്കലേക്ക് പോകാം അല്ലേ? അതോടെ പാർക്കിംഗ് ഒക്കെ ഏത് തരത്തിലാണ്? അപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് ചോദിക്കണം അല്ലേ? ശ്രീകുമാറിനാണ് നിലയ്ക്കൽ തയ്യാറായി നിൽക്കുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ക്രമീകരണങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളെ പോലെയല്ല, ഇന്ന് തിരക്ക് കൂടും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടത്തേക്കുള്ള നിലയ്ക്കലിലെ ബേസ് ക്യാമ്പിലേക്കുള്ള ക്രമീകരണങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജൻ, വെരി ഗുഡ് മോർണിംഗ് പ്രജൻ. പ്രവിത, എന്തായാലും വലിയ തിരക്ക് ഒന്നും തന്നെ രാവിലെ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഇന്നലെ കാര്യമായ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ രാത്രിയിൽ സ്വാമിമാരുടെ വാഹനം, അയ്യപ്പന്മാരുടെ വാഹനം പല മേഖലകളിലൂടെയും
വരുന്ന ഒരു കാഴ്ച. അത് എരുമലയിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് KSRTC ബസ്സുകളുടെ നിര വലുതായി കടന്നു വരുന്നുണ്ട്. ഇവിടെയാണ് മുഴുവൻ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലയ്ക്കൽ ഇവിടെ നിന്നാണ് KSRTC ബസ് സ്റ്റാൻഡ് ബസ്സുകൾ പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് പമ്പയിലേക്ക് നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാവിലെ എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ സ്ഥിരമായി ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് കഴിഞ്ഞ തവണയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. അത് രാവിലെയും രാത്രിയും എന്ന് വേണ്ട പല സമയങ്ങളിലും ആ തിരക്ക് കാര്യമായ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഇലവുങ്കൽ, ഇവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഇലവുങ്കലിലേക്കുള്ളൂ. ആ ഇലവുങ്കൽ എന്ന മേഖലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതിനെ സ്വീകരിക്കും. അതിനുശേഷം ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇലവങ്കൽ ക്ഷേത്രത്തിലായിരിക്കും തിരുവാഭരണം അല്പസമയം ഇറക്കി വെച്ചതിന് ശേഷം അവരുടെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോകും. അത് അട്ടത്തോട് വഴിയായിരിക്കും ഇത് പ്രവേശിക്കുക. അവിടെ അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തിരക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ 12:30 വരെയാണ് മല കയറാനുള്ള അവസരമുള്ളത്. രാവിലെയും നിരവധി വാഹനങ്ങൾ വരും. ഇന്നലെ തന്നെ കുറേ ആളുകൾ ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. മകരജ്യോതി ദർശനത്തിനായി നിരവധി ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നാൽ മകരജ്യോതി ദർശനം നടക്കില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും പമ്പയിലെ ഹിൽ ടോപ്പിൽ ഒരു പരിധിവരെ കാണാമെങ്കിലും മുഴുവൻ ആളുകളും മറ്റു മേഖലകളിലേക്ക് നീങ്ങിയിട്ടുണ്ട്, ശബരിമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ വലിയൊരു തിരക്ക്. നിലയ്ക്കൽ ഈ പറയുന്ന പോലെ നിലവിൽ വലിയ തിരക്കുകളില്ല. പക്ഷേ അല്പ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭക്തർ ആ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നാണ് പമ്പയിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിലയ്ക്കലെ സൗകര്യങ്ങളാണ്, ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത്. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടാത്തതുകൊണ്ട് സ്മൂത്താണ് കാര്യങ്ങൾ എന്ന് ശ്രീജിത്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ശബരിമലയിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 12 മണിക്ക് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇന്ന് ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്കാണ്. ഇപ്പോൾ തന്നെ 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ? ഇന്നാണ് ഭക്തജനങ്ങൾ കാത്തിരുന്ന മുഹൂർത്തം. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് കൃത്യം 6:30 തന്നെ സന്നിധാന കൊടിമരച്ചുവട്ടിലെത്തും. അവിടെ വെച്ച് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ സ്വീകരിക്കും. കണ്ഠർ രാജീവരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലേക്ക് ആനയിച്ച് തിരുവാഭരണം ചാർത്തി ഭഗവാന്റെ മഹാദീപാരാധന നടക്കും. ADGPയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊന്നൊരു പരിശോധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ പാണ്ടിത്താവളത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. കാരണം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ സ്വയം പാചകം ചെയ്യും. തീയാണ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ആഹാരം കൊടുക്കുകയാണ്, 3 നേരവും കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വെള്ളം, ലഘുഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസായാലും ഫയർഫോഴ്സ് ആയാലും വനംവകുപ്പായാലും എല്ലാ സർക്കാർ സംവിധാനങ്ങളും അലർട്ടായി നല്ല പ്ലാനോടുകൂടി മുന്നോട്ട് പോവുകയാണ്. സ്വയം നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. ഒരുമിച്ച് ഒന്നായിട്ടാണ് മകരവിളക്ക് കഴിഞ്ഞാൽ പമ്പയിലേക്ക് പോകുന്നത്. സന്നിധാനത്തിൽ നിന്നും പമ്പയിലേക്ക് പോകുമ്പോൾ 100 കണക്കിന് അപകട സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നമ്മളൊരു കാല് പിഴച്ചാൽ, ഒരു പാദം പാളിയാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. നമ്മൾ തിരുപ്പതിയിൽ നമ്മൾ കണ്ടു, എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. 800ഓളം KSRTC ബസ്സുകൾ നമ്മൾ ഇന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. 150 ഷട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ വളരെ സുരക്ഷിതമായി വണ്ടിയിൽ കയറി വീട്ടിലെത്തിയാൽ മാത്രമേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമുള്ളൂ. 12 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ആളിനെ കയറ്റി വിടുന്നില്ല. തിരുവാഭരണ ഘോഷയാത്ര വരികയാണ്. 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും KSRTC ബസ്സുമില്ല. ദർശനത്തിന് ശേഷം ഏതാണ്ട് 800ഓളം ബസ്സുകൾ ഒരേ സമയത്ത്, കാരണം അപ്പോഴാണല്ലോ പെട്ടെന്ന് ആളുകൾ വരുന്നത്. വന്ന ആളുകൾ മുഴുവൻ കയറ്റി പെട്ടെന്ന് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമാണ് KSRTC വളരെ ഹോംവർക്ക് ചെയ്ത് ഒരുക്കിയിരിക്കുന്നത്. അമ്മമാർ, വയസ്സായ അമ്മമാർ, കുട്ടികൾ, അവർ പരമാവധി വരാതിരിക്കുന്നതായിരിക്കും ഉചിതം. നമുക്ക് വരരുതെന്ന് പറയാൻ പറ്റില്ല, വരാതിരിക്കുന്നതായിരിക്കും ഉചിതം. 24നും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പരിമിതികളുണ്ടല്ലോ. വേണമെങ്കിൽ ഒന്ന് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നിങ്ങളൊന്നും അത് ചെയ്തില്ല. ഷിജു ചവറയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. യെസ്,
രാഹുൽ സുരേഷ് സംസാരിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തുമായി. അപ്പോൾ ക്രമീകരണങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആശങ്കകളുമില്ല എന്നാണ്. തീർത്ഥാടകർ എല്ലാ ദർശനവും കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിന് ആശ്വാസമാകൂ എന്നാണ് PS പ്രശാന്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ശബരിമലയിലെ ചടങ്ങുകളിലേക്ക് പോകാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പ്രേക്ഷക എനിക്ക് തോന്നുന്നു സീന മുഹമ്മദ് ആണെന്ന് തോന്നുന്നു ചോദിക്കുന്നു, ഇന്നത്തെ നല്ല നടപ്പ് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷെ പറഞ്ഞു, ഒരു പക്ഷെ കേൾക്കാത്തോണ്ടായിരിക്കും. സീനയാണ് ചോദിച്ചത്. അതെ, മരട് നഗരസഭയിലുള്ള റോയൽ വാക്ക്വേ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞു വാക്ക്വേ ആണ് അവിടെയാണുള്ളത്. എനിക്ക് തോന്നുന്നു പക്ഷേ ഈ വാക്ക്വേ വേണ്ടത്ര നല്ല രീതിയിൽ അതിനെ നോക്കുന്നില്ല അധികൃതർ എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വാക്ക്വേയിലേക്ക്. ഈ പറയുന്ന പോലെ കുറെ എന്താണ് പറയാ, ടൈൽസ് ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടില്ല. നമ്മൾ സൂക്ഷിച്ചാണ് നടക്കുന്നത്. അതെ അതെ. പക്ഷെ നല്ല കാഴ്ചയായിരിക്കും. ഇവിടുന്ന് കുറച്ചുകൂടെ ഒന്ന് വെളിച്ചം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനോഹര ദൃശ്യം സാധ്യമാകും. നമുക്കൊന്ന് പെട്ടെന്ന് വാർത്തയിലേക്കൂടെ പോവാം. വയനാട്ടിലേക്ക് പോകണം അല്ലെ. പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ ഭീതി അത് ഇങ്ങനെ തുടരുകയാണ്. ഡ്രോൺ ക്യാമറ പരിശോധനയിൽ കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മയക്കുവെടി വയ്ക്കാനുള്ള സംഘം സ്ഥലത്തെത്തി. അമരക്കുനിയിലാണത്. തെർമൽ ഡ്രോൺ ക്യാമറയിലാണ് ഈ ദൃശ്യം പതിഞ്ഞതെന്ന് മനസ്സിലാകുന്നു. അതേസമയം പ്രദേശത്ത് മറ്റൊരു ആടിനെ കൂടി കടുവ ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ പറയട്ടെ, വയനാട്ടിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഈ ഒരു തണുത്ത പ്രഭാതത്തിൽ പക്ഷേ വളരെ ചൂടുള്ള വാർത്തയാണ് സുർജിത്തിന് പറയാനുള്ളതെന്ന് അറിയാം. എന്തായാലും ആ പ്രദേശവാസികളുടെ ഭീതി ഒഴിയുന്നില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജിൻ പ്രവിത. ഞാൻ നിൽക്കുന്ന സ്ഥലം അമരക്കുനിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഊട്ടിക്കവല എന്ന് പറയും. അതായത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ കടുവ സാന്നിധ്യമുള്ളത്. ആ വീടിനടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അവിടുത്തെ ലൈറ്റ് എല്ലാം തന്നെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പൂർണ്ണമായും പരിശോധന നടത്തുകയാണ്. മാത്രമല്ല ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ, തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ കടുവ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിശോധന കൃത്യമായ രീതിയിൽ നടക്കുന്നത്. റേഞ്ച് ഓഫീസർ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ പായിക്കണ്ടത്തിൽ ബിജു എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ് കടുവ കൊന്നിട്ടത്. വീട്ടുകാർ ബഹളം വെച്ചു. ഇതോടുകൂടി കടുവ മാറിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലത്തെ അതേ അനുഭവം. ആദ്യത്തെ ഇവിടുത്തെ കാറ്റിൽ ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുള്ള സ്ഥലം ഇവിടെ അടുത്ത് എല്ലാം ഈ 2 കിലോമീറ്റർ ചുറ്റളവ് എയർ ഡിസ്റ്റൻസ് പ്രദേശത്താണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. അമരക്കുനിയുടെ അടുത്തുള്ള പ്രദേശം തന്നെയാണിത്. ആദ്യം ഈ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫിൻ്റെ, നാരകത്തറയിൽ ജോസഫിൻ്റെ ആടിനെ പിടികൂടി. അത് 7-ാം തീയതിയാണ്. അതിനുശേഷം 9-ാം തീയതി വീണ്ടും ഒരു ആടിനെ കൂടി പിടികൂടിയിരുന്നു. അത് തൊട്ടടുത്ത് ഇവിടുത്തെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് അടുത്തുള്ള ഒരു രതികുമാർ എന്ന ആളുടെ ആടിനെയാണ് പിടികൂടിയത്. ഇതെല്ലാം തന്നെ ഇടവേളകളാണ് സംഭവിച്ചത്. പക്ഷേ ഇന്നലെ വീണ്ടും ഒരു ആടിനെ, കേശവൻ എന്ന് പറയുന്ന ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ആടിനെ പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത ദിവസം ഇന്നലെ ആടിനെ കൊന്നിട്ടെങ്കിലും അതിനെ തിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറി അത് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി? എന്താണ് സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ 2:30 കൂടിയാണ് പായിക്കണ്ടത്തിൽ ബിജു എന്ന് പറയുന്ന ആളുടെ ആടിനെ പിടികൂടിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഈ കടുവയെ സ്പോട്ട് ചെയ്ത സ്ഥലത്തു നിന്ന് ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രദേശം. ഊട്ടിക്കവല 56 ആടിക്കുലി റോഡിലുള്ള ഊട്ടിക്കവല എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വനംവകുപ്പ് ഉൾപ്പെടെ എത്തി അവിടെ ഡ്രോൺ പരിശോധന നടത്തി. ഇപ്പോൾ ടൈഗറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. തെർമൽ ഡ്രോൺ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ തന്നെ അതിനെ മയക്കുവെടി വെക്കുമെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കര ഉൾപ്പെടെയുള്ള അവരുടെ ടീം ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെ? ആശങ്ക ഉണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എത്രയും വേഗം പിടികൂടുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ പ്രദേശത്തേക്ക് കടുവ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ച് ജീവിത സാഹചര്യങ്ങൾ പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ഭീതിയിൽ തന്നെയാണ് ആളുകളുള്ളത്. എന്തായാലും പുലർച്ചയോടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുലർച്ചെയാണ്, അതായത് 2 മണി 2:30 ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ ഡ്രോൺ കാണാം. തെർമൽ ഡ്രോണാണ്. തെർമൽ ഡ്രോണിൽ കൃത്യമായി ജീവസാന്നിധ്യം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് ഈ
തെർമൽ ഡ്രോൺ ക്യാമറ, എന്തായാലും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കടുവയുടെ സാന്നിധ്യം ഇവിടെ ഈ പരിസരത്ത് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RRT ടീമും ഒപ്പം തന്നെ ഡോക്ടർ അരുൺ ചക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘവും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ കടുവയെ സ്പോട്ട് ചെയ്താൽ ഉടൻ തന്നെ മയക്കുവെടി എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഏതാനും ദിവസങ്ങളായി വലിയ ആലോചന സൃഷ്ടിക്കുന്നുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് ആ നടപടി നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രദേശത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഈ സമയത്ത് ഒരുപക്ഷെ കടുവ വീണ്ടും അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കൊന്നിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ കടുവ വീണ്ടും ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രദേശത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാത്തത്. ഇവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ ലൈറ്റുകളൊന്നും എല്ലാം ഓഫ് ചെയ്തു. മാത്രമല്ല വീടുകളുടെ എന്തായാലും അവിടുത്തെ അമരക്കുനിയിലെ കാഴ്ചകളാണ്. രാവിലെ തന്നെ ഈ കടുവാ ഭീതി അത് എങ്ങനെയാണ് ആ പ്രദേശത്തെ ബാധിച്ചിരിക്കുന്നത്. ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അവിടെ നിന്ന് കൃത്യമായ ജാഗ്രത നിർദ്ദേശം നൽകുന്നു. എല്ലാ സജ്ജീകരണങ്ങളും എത്തി. അവിടെ കുങ്കിയാനകളുണ്ട്. ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. RRT സംഘം ക്യാമ്പ് ചെയ്യുന്നു. അപ്പോഴും എല്ലാ ദിവസവും കടുവ ഇങ്ങനെ ഭീതി പരത്തുന്നത് തുടരുകയാണ്. ഏതെങ്കിലും ഒരു ആടിനെ എവിടെയെങ്കിലുമൊക്കെ പോയി ആക്രമിക്കുക, അതിനെ കൊന്നു തിന്നുക, ഇതൊക്കെ കടുവ ദിവസങ്ങളായി അവിടെ നടത്തുന്ന അതിക്രമങ്ങളാണെന്ന് പറയാം. കാരണം പക്ഷേ അത് നമ്മൾ ചിരിച്ച് നിസ്സാരമാക്കി കളയേണ്ടതല്ല. വലിയ ഭീതിയിലാണ് നാടൊന്നാകെ എന്നതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ചില വാർത്തകളുണ്ട്. അതിനു മുമ്പ് കമന്റ് ബോക്സിൽ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു വരുന്നു. നമുക്കതൊന്ന് പെട്ടെന്ന് എല്ലാവരുടെയും പേരുകളൊന്ന് വായിക്കാം. നസീന മുഹമ്മദ് പറയുന്നു, ഞങ്ങളുടെ ആദർശ വിദ്യാഭവനിലെ കുട്ടികളെ പഠനത്തോടൊപ്പം 24 വാർത്താ ചാനലും കാണാൻ പ്രേരിപ്പിക്കുന്ന ജയശ്രീ മിസ്സിന് വേണ്ടി ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുന്നു. പാട്ട് പാടാം. അച്ചു ഹർഷ് പറയുന്നു, ബീന അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അതുപോലെ ദിലീപ് VC, അച്ചു, സുഭാഷ്, ഷാനിബ്, വിഷ്ണു, ഷാൻ, ജസീന ഹുസൈൻ, കുട്ടൻ, അതുപോലെ ഡിങ്കൻ, അനൂപ് തമ്പി, ബിജു, ഇവരെല്ലാം രാവിലെ തന്നെ കമന്റ് ബോക്സിൽ ഗുഡ് മോർണിംഗുമായി എത്തിയിട്ടുണ്ട്. ആശംസകൾ തിരിച്ചും അറിയിക്കുന്നു. പ്രേക്ഷകരുടെ കമന്റ്സ് പോരട്ടെ, നിങ്ങളുടെ വിശേഷങ്ങളും പോരട്ടെ. ഒപ്പം നമ്മൾ വായിക്കാൻ പറ്റുന്ന കമന്റ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വായിക്കാം. നമുക്കിനി വാർത്തകളിലേക്ക് വരാം അല്ലേ? വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ തൈപ്പൊങ്കൽ പ്രമാണിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ് തൈപ്പൊങ്കൽ ആഘോഷങ്ങളാണ് തമിഴ്നാട്ടിലാകെ. മാത്രമല്ല കേരളത്തിലും ഉണ്ട് അവധി. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത വാർത്ത. തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ 6 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് അവധി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത ഇടം പിടിച്ചിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത PV അൻവറുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. അൻവറിന്റെ രാജിയോടെ PV അൻവറിന്റെ രാജി സ്പീക്കർ അംഗീകരിച്ചതോടെ ഇക്കാര്യം വ്യക്തമാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്ന കാര്യം സ്പീക്കർ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും. 15ാം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1.25 വർഷത്തോളം ബാക്കിയുള്ളതിനാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക.